എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണുന്നതും കേൾക്കുന്നതും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട്. അവളുടെ പേര് സുമി എന്നാണ്. അവളിപ്പം ദുബായിൽ ആണ്. എൻ്റെ അപ്പായുടെ പെങ്ങളുടെ മകളാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആൾ തികയാതെ വരും. അപ്പോൾ അവളാണ് ഞങ്ങളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി വീട്ടിലുള്ളത്. പിന്നെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ പെങ്ങളൊക്കെ കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ ഇവളെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് നമ്മൾ ഒന്ന് കീപ്പ് ചെയ്ത് തരാനെങ്കിലും വിളിക്കും. അപ്പോൾ ഇവൾ വന്ന് കീപ്പ് ചെയ്യും. ബോളൊക്കെ തട്ടുമ്പോൾ ഇവൾ കയ്യിലൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി വേദനിക്കുമ്പോൾ ഇവളങ്ങ് പോകും. ഞങ്ങൾ പറയും ചുമ്മാ നിൽക്കാൻ പറയും, നിൽക്കത്തില്ല. എൻ്റെ പെങ്ങളൊക്കെ ഇഷ്ടമുള്ളപ്പം ഞാനും എൻ്റെ ബ്രദറും പെങ്ങളും ഉണ്ട്. അപ്പം ഇവൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിടെ ഞാനിവിടെ കളിക്കട്ടെ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കും. നമ്മളൊരു ഷോട്ട് അടിച്ച് ദേഹത്തെ കാണും കൊണ്ട് അപ്പോഴേ വേദനിക്കുന്നു പറഞ്ഞ് ബഹളം വെച്ച് കരഞ്ഞ് അങ്ങ് പോകും. പെൺകുട്ടികൾ അങ്ങനെയാണ്. അവർ ഈ കുറച്ചുകൂടെയൊക്കെ അവരുടെ ദേഹം നോക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ സ്പോർട്സിൽ മിന്നുന്ന താരങ്ങളുണ്ട്, ഓടുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് പൊതുവേ ക്രിക്കറ്റിന് ഫുട്ബോളും ഒക്കെ അങ്ങനെയാണ്. കുട്ടികൾ നമ്മളെ വീട്ടിൽ ഉണ്ടെങ്കിൽ പോലും ഇതൊരു പുരുഷ ഗെയിമാണ് എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിക്കറ്റ് ഇറ്റ്സ് എ ജെൻറ്റിൽമാൻ ഗെയിം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജെൻറ്റിൽമാൻ ഗെയിമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ എപ്പിസോഡ് സംസാരിക്കുന്നത്. ആരെപ്പറ്റിയാണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച എൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട 1-2 ഇൻസിഡൻറ്റുകൾ എനിക്കുണ്ടായി. എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു മരണം സംഭവിച്ചു. വലിയ വിഷമമൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. അതിന് തൊട്ട് മുമ്പ് ഉണ്ടായ ഒരു സന്തോഷകരമായ മൊമെൻ്റാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയെ തോൽപ്പിക്കുമ്പോൾ സത്യത്തിൽ ആ ജയം കഴിഞ്ഞിട്ട് അതിന് സെഞ്ചുറി അടിച്ച ജയത്തിന് കാരണക്കാരിയായ ജെമീമ റോഡ്രിഗസ്, ഞാൻ അന്നാണ് സത്യത്തിൽ അങ്ങനെ ഒരാളെ പറ്റി കേൾക്കുന്നതും അറിയുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ. ഏതാണ്ട് സ്കോർ നോക്കിയ സമയത്ത് ജയിക്കാനൊരു സാധ്യതയില്ല. 50-60 റണ്ണായി 2 വിക്കറ്റ് പോയി. പിന്നീടൊരു കളിയുടെ ഒരു 10-35 ഓവറായപ്പോഴാണ് വീണ്ടും പതുക്കെ പിടിച്ചു കയറുന്നത് കണ്ടത്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജമീമ. അപ്പം ഈ പേര് പോലും ടൈപ്പ് ചെയ്യാൻ അറിയില്ല. ജമീമയാണോ ജെമിയാണോ അങ്ങനെ നമുക്ക് കൺഫ്യൂഷനാണ്. പിന്നീട് പോയി ടൈപ്പ് ചെയ്തൊക്കെ നോക്കിയിട്ടാണ് ജെമീമ റോഡ്രിഗസ് എന്നാണ്. ആരാണ് ജെമീമ റോഡ്രിഗസ്? സത്യത്തിൽ ആ ക്രിക്കറ്റ് മാച്ചിന് ശേഷം അവൾ കരഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞുള്ള ആ ഇൻ്റർവ്യൂ ഉണ്ടപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെയും അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതീയരായിട്ടുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒന്ന് കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. കാരണം അതത്ര ഇമോഷണലാണ്. അത് ക്രിക്കറ്റിനെ ഞാൻ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കും. ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവരുണ്ടൊക്കെയുണ്ട്. ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഭ്രാന്താണ് എന്നല്ല, ആ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. പക്ഷേ എന്തായിരുന്നു ജമീമ കരഞ്ഞത്? കരയാനുള്ള റീസൺ എന്താണ്? അതൊരു സാധാരണ കരച്ചിലല്ല. കാരണം അവളുടെ ഇൻ്റർവ്യൂവിൽ അവൾ പറയുന്നുണ്ട്, അവളുടെ പപ്പ മകന് ബ്രദറാണ്, അവനെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾ. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയാണ്, കൂടെ പപ്പായുടെ ഒപ്പം പോകുന്ന, ഇവനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണ് അവൾ ചുമ്മാ നിന്നപ്പോഴാണ് കോച്ച് പറഞ്ഞ് നീ ചുമ്മാ ജമീമയും ബാറ്റ് പിടിക്കും. അപ്പോൾ ഇവൾ ഫാസ്റ്റ് ചുമ്മാ ഇങ്ങനെ ബോൾ കറക്കിയിട്ട് കൊടുക്കും. അവിടെ നിന്ന് അവൾ ക്രിക്കറ്റ് ടീമിലേക്ക് വരുന്നു. അണ്ടർ-19 കളിക്കുന്നു, സ്കൂളിന് വേണ്ടി കളിക്കുന്നു, ബോംബെക്ക് വേണ്ടി കളിക്കുന്നു, രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു. അവൾ കരയാനുള്ള കാരണം എത്രയോ വർഷങ്ങളായി ഈ വനിതാ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തെല്ലായിടും. പക്ഷേ സ്റ്റേഡിയത്തിലൊന്നും ഒരു ഉണ്ടാവില്ല. നമ്മൾ പത്രത്തിലൊക്കെ വരുമ്പം വിരാട് കോഹ്ലിയെയും സച്ചിൻ ടെണ്ടുൽക്കറിനെയും മഹേന്ദ്ര സിംഗ് ധോണിയും ഒക്കെ ആരാധിക്കുമ്പോൾ അതേപോലെ ഷോട്ടുകൾ കളിക്കുന്ന, അതേപോലെ ഫീൽഡ് ചെയ്യുന്ന, അതേപോലെ ക്യാച്ച് എടുക്കുന്ന, അതേപോലെ ബാറ്റ് ചെയ്യുന്ന ഇവരെ നമ്മൾ അറിയത്ത് പോലുമില്ല. ഒരു തരത്തിലുള്ള അംഗീകാരവുമില്ല. നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കാർക്ക് മാച്ച് ഫീസ് എന്ന് പറയുന്ന ഒരു പരിപാടി. ക്രിക്കറ്റ് ജയിച്ചു കഴിയുമ്പോൾ 10-15 ലക്ഷം രൂപയാണ് സച്ചിനും കോഹ്ലിയും ധോണിയും ഒക്കെ മാച്ച് ഫീസായിട്ട് വാങ്ങും. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്. അന്നേരമാണ് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മാച്ച് ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയായിരുന്നു. ആലോചിച്ച് നോക്കണം. വെറും 2000 രൂപയാണ് ഒരു മാച്ച് ഫീസ്. ഒരാളും അറിയില്ല. അവിടെ നിന്ന് ഒരു രാജ്യം മുഴുവൻ, ഒരു ലോകം മുഴുവൻ ഉള്ള മനുഷ്യർ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ആർത്തു വിളിക്കുന്ന വിഷയത്തിന് കാരണക്കാരായ യാത്ര ഓർത്തപ്പോഴായിരിക്കാം ആ പെൺകുട്ടി കരഞ്ഞത്. അവളെ സന്തോഷിച്ചു. അതിനുശേഷം നമുക്കറിയാം വെരി നെക്സ്റ്റ് ഡേയിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഫൈനൽ വന്നു. ആ സ്റ്റേഡിയം മുഴുവൻ പാക്ഡ് ആയിരുന്നു, അല്ലേ? ആ സ്റ്റേഡിയം മുഴുവൻ മനുഷ്യരായിരുന്നു. എല്ലാവരും, ഞാൻ സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരും പറഞ്ഞു ഇന്ന് വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മാച്ചുണ്ട്. ഒറ്റ മാച്ചുകൊണ്ട്, അതായത് കപിലിൻ്റെ പിള്ളേർ, ചെകുത്താനും പിള്ളേരും ഇന്ത്യയിൽ കപ്പെടുത്ത് വരുമ്പോഴാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് സജീവമാകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ മാത്രം വളർച്ചയല്ല. ആ പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിക്കറ്റ് മാത്രം അല്ല വളരുന്നത്, മറിച്ച്
പെൺകുട്ടികൾക്ക്, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് സ്പോർട്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അതും ഭംഗിയുള്ളതാണെന്നും അവിടെ സാധ്യതയുണ്ടെന്നും ആണുങ്ങളെ മാത്രം ആരാധിക്കാൻ വേണ്ടിയുള്ളതല്ല സ്പോർട്സ് എന്നുള്ള ആ ഒരു വലിയ അടയാളപ്പെടുത്തലായിരുന്നു ഈ ക്രിക്കറ്റ് മാച്ചിൻ്റെ. ക്രിക്കറ്റ് മാത്രമല്ല, ഇനി ഫുട്ബോളിലും അതുപോലെ ഹോക്കിയിലും ടെന്നീസിലും ഒക്കെ കടന്നു വരാൻ പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കും. പെൺകുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ ആൺകുട്ടികൾക്കൊപ്പം പരിശീലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഈ വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ ഇന്ത്യ ജയിച്ചതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ഹർമൻപ്രീത് കൗർ, ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ, പഞ്ചാബിൽ നിന്നൊരു പെൺകുട്ടിയാണ്. ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവൾ ഇന്ന് ഇന്ത്യയുടെ കപ്പ് ഉയർത്തുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഞാൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ പറ്റി കേൾക്കുമ്പോൾ മിതാലി രാജ് എന്ന് പറയുന്ന ക്രിക്കറ്ററെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് പത്രത്തിൽ മിതാലി സെഞ്ചുറി അടിച്ചു. പക്ഷേ മിതാലി രാജിനൊന്നും ആഘോഷിക്കപ്പെടാൻ പറ്റിയില്ല. കാരണം സ്റ്റേഡിയത്തിൽ ആളില്ല, ഒരു കപ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിന്നും പെൺകുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ മകൾക്കും അല്ല എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം, കുഞ്ഞുങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ഞങ്ങൾക്ക് ജമീമയെ പോലെ ആവണം, ഹർമീത് കൗറിനെ അല്ലെങ്കിൽ സ്മൃതി മന്ദാനെ പോലെ ആയിരിക്കണം എന്ന് പറയുന്ന ആ സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ക്രിക്കറ്റിൻ്റെ ഈ ഒരു വിജയം കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും സമൂഹത്തിൽ സ്പോർട്സ് മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ ഒക്കെ എത്ര നമ്മൾ സംവരണം കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര സാഹചര്യം ഒരുക്കിയെന്ന് പറഞ്ഞാലും അവിടെ പെൺകുട്ടികളായപ്പെടുന്നതുകൊണ്ട് തഴയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 50% സ്ത്രീ സംവരണമാണ്. പഞ്ചായത്തുകളിൽ, എല്ലാ ഗ്രാമസഭകളിലും ജില്ലാ പഞ്ചായത്ത് 50% സ്ത്രീ സംവരണമാണ്. ആളെ കിട്ടുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരരംഗത്തേക്ക് ഒരുങ്ങി ഇറങ്ങാൻ സാഹചര്യമുള്ള പെൺകുട്ടികളും അമ്മമാരും കുറവാണ്. അതായത് ഇപ്പോഴും നമ്മൾ സ്ത്രീ സമത്വത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് സംസാരങ്ങൾ മാത്രമായി മാറുന്നു. ഒരു സൈഡിൽ ഒരുപാട് ദുരുപയോഗങ്ങളുണ്ട്, ഞാനത് ഒരിക്കലും അംഗീകരിക്കാതിരിക്കുന്നില്ല. ഒരു സൈഡിൽ ഒരുപാട് ദുരുപയോഗമുണ്ട്. അനാവശ്യമായ കേസുകൾ കൊടുത്ത് പുരുഷന്മാരെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ ഈ വിഷയം ഇപ്പോഴും സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്താണ് സ്ത്രീ സമത്വം? സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനത് സാന്ദർഭികമായി പറയും. ഒരു സിനിമാ നടിയുടെ ഒരു വർത്തമാനം പണ്ട് വിവാദമായതാണ്. വീട്ടിൽ എനിക്ക് മീൻ പൊരിക്കുന്ന സമയത്ത് എനിക്ക് മീൻ പൊരിച്ച് കിട്ടത്തില്ല, എൻ്റെ ബ്രദറിന് കൊടുക്കും. അതല്ല സ്ത്രീ സമത്വം. സ്ത്രീ സമത്വം കേരളത്തിലും ഇന്ത്യയിലും സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. പുരുഷൻ ചെയ്യുന്നതെല്ലാം ചെയ്യണം എന്നുള്ളതല്ല സ്ത്രീ സമത്വം എന്ന് കൊണ്ടർത്ഥമാക്കുന്നത്. സ്ത്രീ ചെയ്യുന്ന വിഷയങ്ങളിൽ അവൾക്ക് മുൻപന്തിയിൽ സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് മരം കയറുന്ന ഒരു പുരുഷൻ, അവൻ്റെ ശരീരവും അവൻ്റെ ശരീരഭാഷയും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ദൃഢതയും സ്ത്രീകളെ പോലെയല്ല. അപ്പോൾ അവന് കൂടുതൽ ഉയരത്തിൽ മരം കയറുന്നതിനും അത്തരത്തിൽ ഹാർഡ് ജോബുകൾ ചെയ്യുന്നതിനും സാഹചര്യം ഉണ്ടാവും. പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അപ്പോൾ പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. അപ്പോൾ അവൾ ചെയ്യുന്ന തൊഴിലിൽ അല്ലെങ്കിൽ അവളൊരു ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. അവിടെ ഒരു തരത്തിലുള്ള വ്യത്യാസവും പാടില്ല. അപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീ ചെയ്യുന്ന ഇടങ്ങളിൽ, തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ അവൾക്ക് ഉയർന്നു വരാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീ ആയതിൻ്റെ പേരിൽ അവളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് സ്ത്രീ സമത്വമില്ലായ്മ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും വിശ്വസിച്ച് വെച്ചിട്ട് സ്ത്രീ സമത്വം എന്ന് പറയുന്നത് പുരുഷനൊപ്പമായിരിക്കുക, അല്ലെ പുരുഷനെ പോലെ ആവുക. പുരുഷൻ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുക. ഞങ്ങൾ പുരുഷൻ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുക, അല്ലെ ഞങ്ങൾ പുരുഷൻ മരം കയറുന്ന മരം കയറുക, അല്ലെ പുരുഷൻ നമ്മളെ ഈ ക്രിക്കറ്റ് തന്നെ പരിശോധിച്ച് നമുക്കറിയാം. അവളാകുന്ന സ്ഥലങ്ങളിൽ അവൾക്ക് പ്രമോഷനും അതുപോലെ തന്നെ അവളുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരവും കിട്ടുക എന്നുള്ളതാണ് സ്ത്രീ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞ ഒരു വിഷയം ഇതിലൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ഒരു ഭംഗിയാവില്ല എന്നുള്ളതുകൊണ്ട് വിനയ മാഡത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു പോവുകയാണ്. നമുക്കറിയാം, പോലീസ് സേന എന്ന് പറയുന്നത് ഒരു കാലത്ത് സ്ത്രീ പോലീസുകാരുടെ വസ്ത്രം നമുക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ട്. സാരി ആയിരുന്നു അവരുടെ വേഷം. സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. സാരി ഉടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉള്ളതാണ്. അപ്പോൾ അന്ന് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പോലീസ് വേഷം സാരിയായിരുന്നു. അപ്പോൾ സാരിയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് കാരണം അതൊരു കംഫർട്ടുള്ള വേഷധാരണമല്ല പലർക്കും. അപ്പോൾ പോലീസുകാരെ സംബന്ധിച്ച് അവരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുണ്ടാവും, യാത്രകൾ ചെയ്യണം, വളരെ വേഗത്തിൽ ആക്ഷനും റിയാക്ഷനും ഒക്കെയുള്ള ഒരു ജോലിയാണ്. അവിടെ വിനയ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ വേഷം ഒരു കാലത്ത് സാരിയായിരുന്നു. സാരി എടുത്തുകൊണ്ട് പ്രതികളെ പിടിക്കാൻ പോകുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അങ്ങനെ അവരുടെ ആത്മകഥയിൽ അവർ പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്തൊരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചാല മാർക്കറ്റിലൊരു ഗുണ്ടകളിൽ സ്ത്രീകളുമുണ്ടല്ലോ. അപ്പോൾ ഒരു സ്ത്രീ ഗുണ്ടയെ പിടിക്കാനായിട്ട് പ്രതി എന്ന നിലയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു. അവരെ ജീപ്പിൽ കയറി മറ്റ് പുരുഷ പോലീസുകാർക്കൊപ്പം അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഗുണ്ട സ്ത്രീക്ക് നല്ല ബുദ്ധിയുണ്ട്.
അവൾ ഈ പോലീസുകാർ ചെന്നപ്പോൾ അവൾ ആദ്യം ചെയ്തത് അതിൽ വിനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയുടെ സാരിയുടെ തുമ്പിൽ കയറി വലിച്ചു. അപ്പോൾ ഇത് അഴിഞ്ഞു. അപ്പോൾ നാട്ടുകാരുണ്ട്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ പ്രതിയെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പ്രതി അവിടെ നിന്ന് ഓടിപ്പോയി. ഇവർ ഈ സാരി വാരി ചുറ്റി വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ നിന്നാണ് വിനയ തൻ്റെ പോരാട്ടം തുടങ്ങുന്നത്, ഈ വസ്ത്രധാരണത്തിന് വേണ്ടി. അതായത് ഞങ്ങളും അവരും ചെയ്യുന്ന ഒരേ തൊഴിലാണ്. ഒരേ തൊഴിലിൽ പുരുഷന്മാർ യൂണിഫോം ഇട്ട് വളരെ കംഫർട്ടായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ സാരി എന്ന് പറയുന്നത് അത്ര കംഫർട്ട് തരുന്ന ഒരു വസ്ത്രധാരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ അവരുടെ ആത്മഹത്യയിൽ അവർ പിന്നീട് പറയുന്നുണ്ട്, ഈ സാരി മാറ്റി പുരുഷ പോലീസുകാർക്കൊപ്പം പാൻറ്റും ഷർട്ടും ആക്കണം എന്ന് പറഞ്ഞ് അന്ന് ഈ സംഭവത്തിന് ശേഷം അവർ DGPക്ക് കത്ത് കൊടുക്കുകയാണ്. ആ കത്ത് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൊമോഷൻ അനുവദിച്ചില്ല. ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, പല വേദികളിൽ ഈ വിഷയം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൊമോഷൻസ് ഇല്ല. അവർക്ക് മെമ്മോ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ പുരുഷ മേലുദ്യോഗസ്ഥർ അവരെ മാനസികമായും അതുപോലെ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ ഉദ്യോഗ തലങ്ങളിലുമൊക്കെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ വർഷങ്ങൾ ജോലി ചെയ്തിട്ട് അവരെ റിട്ടയർ ചെയ്തൊരു CI റാങ്കിൽ നിന്ന് മാത്രമാണ് അവരുടെ ഇൻക്രിമെൻറ്റുകൾ തടഞ്ഞു വെച്ചു, പ്രൊമോഷൻ തടഞ്ഞു വെച്ചു. അപ്പോൾ എന്തിനു വേണ്ടി അവരാ യുദ്ധം ചെയ്തത്? അവർക്ക് വേണ്ടിയല്ല. അവർക്ക് വേണമെങ്കിൽ സാരി ഉടുത്ത് അങ്ങ് പോകാമായിരുന്നു. ഒരുപാട് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി. ഇന്ന് നമുക്കറിയാം, പുതിയ കാലത്തിലെ IPS ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ, എൻ്റെ വളരെ സുഹൃത്തുക്കളൊക്കെ പെൺകുട്ടികൾ, മിടുക്കി പെൺകുട്ടികളൊക്കെ നല്ല ഈ പറയുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഇൻസർട്ട് ചെയ്ത് ഒരു കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്നത് ഒരു ഗുമ്മാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലാണ്. ആ സ്റ്റൈലിലേക്ക് വന്നത് അവർക്ക് മുമ്പ് ഒരു സ്ത്രീ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതാണ് സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുക. ഇവിടെ ക്രിക്കറ്റുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഒരു പുരുഷ ക്രിക്കറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു മസ്കുലിൻ ഭാവമൊന്നും സ്ത്രീ ക്രിക്കറ്റിൽ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. കാരണം ശരീരം അങ്ങനെയാണല്ലോ. പക്ഷേ അവരെ സംബന്ധിച്ച് ആ ഷോട്ടുകൾക്ക് മനോഹാരിതയുണ്ട്. അവരുടെ ഫാസ്റ്റ്, ഇപ്പോൾ ബ്രെഡ്ലി എറിയുന്ന പോലെ, ഷൊഹൈബ് അക്തർ ബോൾ ചെയ്യുന്നത് പോലെ അത്രയും ഫാസ്റ്റിൽ 150-160 കിലോമീറ്റർ സ്പീഡിൽ ഒരു സ്ത്രീക്ക് ഫാസ്റ്റ് ബോളിംഗ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവർക്ക് ആവുന്ന രീതിയിൽ അത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുകയും പുരുഷ ക്രിക്കറ്റേഴ്സിന് ഒരു വലിയ ശമ്പളം കൊടുക്കുകയും അവർക്ക് സ്പോൺസർഷിപ്പുകൾ ഒരുപാട് കിട്ടുകയും അല്ലെങ്കിൽ അവരുടെ മാച്ച് ഫീസ് എന്ന് പറയുന്നത് ഇരട്ടിയിൽ കൊടുക്കുകയും, എന്നാൽ സ്ത്രീ ആയതുകൊണ്ട് ഇതൊക്കെ ഇത്രയും മതി എന്ന് പറയുന്ന സൗകര്യം കൊടുക്കുകയും, സ്ത്രീ ആയതുകൊണ്ട് വലിയ ഹോട്ടൽ റൂമുകളിൽ താമസിക്കേണ്ട ഇടത്തരം റൂമിൽ താമസിച്ചാൽ മതി എന്ന് പറയും, BCCയുടെ കരാറിൽ പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അല്ലാതെ ആ ക്രിക്കറ്റ്, പുരുഷ ക്രിക്കറ്റിൻ്റെ നമുക്കറിയാം, ബോക്സിങ് നമ്മളല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കായിക വിനോദം, അല്ലെങ്കിൽ ഓട്ടം നമുക്കറിയാം, ട്രാക്കിനെ തീപിടിപ്പിക്കുന്ന ഓട്ടക്കാർ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. പക്ഷേ കൂടുതൽ ഫാൻസ് എപ്പോഴും വരുന്നത് ഇത്തരം ഗെയിമുകളിൽ പുരുഷന്മാർക്ക് തന്നെയാണ്. പക്ഷേ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഗെയിമിനെ അങ്ങനെ തന്നെ കാണുക. അങ്ങനെ കാണുമ്പോൾ ആ സാഹചര്യം അവർക്ക് ഒരുപോലെ കൊടുക്കുക എന്നുള്ളതാണ്, ശമ്പളം ഒരുപോലെ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരിഗണന ഒരുപോലെ കൊടുക്കുക എന്നുള്ളതാണ്. പുരുഷ ക്രിക്കറ്റേഴ്സിന് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയും വലിയ ആരാധന കൊടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകളായതുകൊണ്ട് ഇത് മതി എന്ന് പറയുന്നതാണ് വിവേചനം. അല്ലാതെ ഇത് രണ്ടും ഒന്നാണ്, ഒരേ ആവേശം തരുന്നതാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. വ്യത്യസ്തമായ രീതിയായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. ആ രീതിയിൽ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചെസ്സ് കളിക്കുമ്പോൾ ബുദ്ധി കൊണ്ടുള്ള കളിയാണ്. അവിടെ പുരുഷനും അല്ലെങ്കിൽ പുരുഷൻ്റെ മസ്കുലിയൻ ഭാവവും സ്ത്രീകളുടെ അല്ലെങ്കിൽ അവളുടെ ഈ പറയുന്ന തന്മയി ഭാവവുമല്ല, അവിടെ ബുദ്ധി മാത്രമാണ്. അത്തരം ഗെയിമുകളല്ല. ഇപ്പോൾ ടെന്നീസ് കളിക്കുമ്പോൾ നമുക്കറിയാം, ടെന്നീസ് പ്ലേയേഴ്സ് വളരെ നമുക്ക് സ്റ്റെഫി ഗ്രാഫും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീനസ് വില്യംസും സെറീന വില്യംസ് സഹോദരിമാർ ട്രാക്കിനെ തീപിടിപ്പിച്ചവരാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ കാണുക, അവർക്ക് ഒരേ സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇത് കേരളത്തിൻ്റെ വനിതാ ചരിത്രത്തിൽ നമുക്കറിയാം, രാഷ്ട്രീയ മേഖലയിൽ എത്രയോ KR ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരി കേരളത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, അക്കാമ ചെറിയാൻ ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊക്കെ മുൻപന്തിയിൽ എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ വീട്ടുകാരെ, അല്ലെ എൻ്റെ ബന്ധുജനങ്ങളെ, എൻ്റെ നാട്ടുകാരെ പിടിച്ചുകൊണ്ട് പോയാൽ പോലീസ് വണ്ടിക്ക് മുമ്പിൽ ഞാൻ എൻ്റെ നെഞ്ചിൽ നിറയൊഴിച്ചതിന് ശേഷമേ എൻ്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടത്തിൽ പങ്കെടുത്ത അക്കാമ ചെറിയാൻ എന്ന് പറയുന്ന ഒരു വനിതയെ പറ്റി നമ്മൾ നോക്കണം. നമുക്കറിയാം, രാഷ്ട്രീയപരമായി പല വിയോജിപ്പും പിന്നീടുണ്ടായെങ്കിലും CK ജാനു എന്ന് പറയുന്ന വ്യക്തിയെ മറക്കാൻ കഴിയില്ല. അതായത് ആദിവാസികളെന്ന് പറയുന്ന പാവപ്പെട്ട മണ്ണിനോട് മല്ലിട്ട് ജീവിക്കുന്ന ഭൂമിയുടെ പൂർണ്ണമായ അവകാശം കൊടുക്കേണ്ട അല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന കൊടുക്കേണ്ട ആദിവാസി ഊരുകളിൽ, ആദിവാസി ഇടങ്ങളിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ഒന്നുമില്ലാതെ ജീവിക്കുന്ന സാഹചര്യം. കേരളത്തിൽ ഒരു കാലത്ത് വലിയ വിവാദമുണ്ടായതാണ് അൺമാരീഡ് മദേഴ്സ്, അതായത് കല്യാണം കഴിക്കാത്ത അമ്മമാർ. അങ്ങനെ ഒരു ടേം തന്നെ കേരളത്തിൽ വന്നത് CK ജാനുവിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ്. അത് ആദിവാസി ഊരുകളിൽ, ആദിവാസി വീടുകളിൽ കല്യാണം കഴിക്കാത്ത അമ്മമാർ ഒരുപാടുണ്ടാകുന്നു.
ഒരുപാട് വലിയ വിവാദം കേരളത്തിലുണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. അവർക്ക് പലപ്പോഴും അവർക്ക് ഭൂമിയുടെ അവകാശികളാണ്, മണ്ണിനോട് പടവെട്ടി ജീവിക്കുന്നവരാണ്. അവർ ഈ കാടിടിച്ച് കുന്ന് ഇടിച്ച് ബിൽഡിങ് കെട്ടുന്നവരല്ല. അവർ മണ്ണിനെയും അല്ലെങ്കിൽ ഭൂമിയെയും ഒക്കെ സ്നേഹിച്ച്, പ്രകൃതിയെ സ്നേഹിച്ച്, അതിൽ നിന്ന് കിട്ടുന്ന കായ്കനികൾ ഭക്ഷിച്ചും വേട്ടയാടിയും ജീവിക്കുന്ന മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കാത്ത ഒരു കൂരയില്ലാത്ത സാഹചര്യം. അവരെല്ലാം സമര പോരാട്ടങ്ങളിൽ കൊണ്ടുവന്ന് സി കെ ജാനുവിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ സി കെ ജാനുവാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്ന ഗോപാൽ എന്നൊക്കെ പറയുന്ന അവർക്കൊപ്പമാണ്, പിറകിലാണ് നിന്നത്. സി കെ ജാനുവാണ് പോരാട്ടം. അതുമായി ബന്ധപ്പെട്ട സിനിമകൾ പോലും നമുക്കറിയാം, ടൊവിനോ തോമസിൻ്റെ സിനിമകൾ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാണിക്കുന്നുണ്ട്. അപ്പോൾ പോരാട്ടമാണ് സി കെ ജാനു. പിന്നീട് രാഷ്ട്രീയപരമായി അവർ ഒരുപക്ഷെ മലിനമാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സാഹചര്യത്തിൻ്റെ. പക്ഷേ അവർ ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രശ്നം, വലിയ പ്രശ്നം, കേരളത്തിൽ മുത്തങ്ങ പോലെയുള്ള ഒരു വെടിവെപ്പിലേക്കൊക്കെ നയിച്ച സാഹചര്യമുണ്ട്. ആ കേസുകൾ പോലും ഇപ്പം ഈയിടയ്ക്ക് ഞാൻ അറിയുന്നു, മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം കോടതിയിൽ കേസുകൾ പോലും പ്രോപ്പറായി മുമ്പോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അതിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ശിക്ഷ കൊടുക്കാത്ത സാഹചര്യം വരെ ഉണ്ടാകുന്ന ഒരു നിയമ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അവർ ഉയർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാം, നിപ്പ സമയത്ത് മരണപ്പെട്ടു പോയ ലിനിയെ എത്രമാത്രം വേദനയോട് കൂടിയേ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, നേഴ്സിംഗ് മേഖല, ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പുരുഷ നേഴ്സുമാരെ മേഖലകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും നമുക്കറിയാം ആ പരിചരണത്തിലും സ്വാതന്ത്ര്യത്തിലുമൊക്കെ ഒരു അമ്മയ്ക്കും സഹോദരിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം നേഴ്സിംഗ് മേഖല എന്ന് പറയുമ്പം പുരുഷ സുഹൃത്തുക്കളൊക്കെ BSc നേഴ്സിങ്ങിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ആ മേഖലകളിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണ്. കാരണം നഴ്സിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപനം തന്നെ, മോഡേൺ നഴ്സിങ്ങിൻ്റെ മദറായിട്ട് അറിയുന്ന പോലും ഫ്ലോറൻസ് നൈറ്റിംഗേലെ പറ്റിയാണ്. നമുക്കറിയാം, അവരുടെ മാലാഖ എന്ന് പറയുന്ന ആ വേർഡ് പോലും, ദൈവത്തിൻ്റെ മാലാഖമാർ എന്ന് പറയുന്നത് ആ പരിചരണം. നമുക്കറിയാം, നമ്മുടെ അമ്മയും സഹോദരിയും ഭാര്യയും മകളുമൊക്കെ പരിചരണത്തിൽ ഒരു പടി മുമ്പിലായിരിക്കും. കാരണം അത് പ്രകൃതിയുടെ ഒരു രീതിയും സവിശേഷതയുമാണ്. അപ്പോൾ നേഴ്സിംഗ് മേഖലയിൽ, ആ മേഖലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ലിനി, അവർ ഒരു ഭർത്താവുള്ള, വിദേശത്താണ് ഭർത്താവ്, 2 മക്കൾ ഉണ്ട്, കുഞ്ഞുങ്ങളാണ്. നിപ്പ സമയം കേരളത്തിൽ ഒന്നാകെ നിപ്പ പടർന്നു പിടിക്കുന്ന സാഹചര്യം. എല്ലാവരും അവരുടെ സുരക്ഷിതത്വവും അവരുടെ സ്വന്തം കാര്യവും നോക്കി ഡ്യൂട്ടിക്ക് ലീവ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിപ്പ രോഗിയായിട്ടുള്ള ഒരാളെ പരിചരിക്കുകയും ആ പരിചരണത്തിൽ പനി പിടിക്കുകയും അല്ലെങ്കിൽ രോഗാതുരയാകുകയും എന്നിട്ടും ആ ഡ്യൂട്ടി പ്രോപ്പറായി ചെയ്യുകയും ആ രോഗിയെ പരിചരിക്കുകയും ചെയ്യുകയും ആ രോഗി പരിചരണത്തിൻ്റെ ഭാഗമായി തനിക്കിത് എഫക്റ്റഡ് ആണെന്ന് കണ്ട സമയം ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് അതിൽ തൻ്റെ ഭർത്താവിന്, സജീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനൊരു കത്തെഴുതുന്നുണ്ട്. ചേട്ടാ, അത് അവൾ കുഴഞ്ഞു വീഴുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ആ കത്തെഴുതുന്നത്. ചേട്ടാ, ഇത് നമ്മുടെ 2 കുഞ്ഞുങ്ങളെയും അങ്ങ് നോക്കണം പ്രോപ്പറായി, എനിക്ക് ഇനിയും കൂടുതൽ സമയം ജീവിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ച് മരണത്തിലേക്ക് പോയ ലിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് അപ്പം ഇങ്ങനെയാണ്. അപ്പം അതിനുശേഷം നമുക്കറിയാം ആ പോരാട്ടവും അതിന് ശേഷം നടന്ന പോരാട്ടങ്ങൾ, കേരളത്തിൽ നഴ്സുമാരുടെ വലിയ സംഘടന ഉണ്ടാവുകയും അതിനുശേഷം ആ സമയത്തൊക്കെയാണ് നഴ്സിംഗ് മേഖലയിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരികയും ഒരുപാട് പെൺകുട്ടികൾ ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മറ്റൊരു പോരാട്ടം കേരളത്തിൽ സ്ത്രീപക്ഷ പോരാട്ടങ്ങളുടെ ഏറ്റവും നാഴികക്കല്ലായി ഞാൻ കാണുന്നത് മറ്റൊന്നാണ്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്റ്റുണ്ട്. ആ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം നിയമത്തിൽ പറയുന്നത്, ഒരു ഷോപ്പ് തുടങ്ങിയാൽ, ഒരു ബിൽഡിംഗ് തുടങ്ങിയാൽ, അവിടെ ഒരു കടയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷിതത്വവും സംവിധാനവും ഒരുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മെൻസ്ട്രൽ പീരീഡൊക്കെ ഉണ്ട്. ആ പീരീഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്ങും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ജോലി ചെയ്യാനെന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആരും അത് നോക്കില്ല. നമുക്കറിയാം, കേരളത്തിലെ പല വസ്ത്രാലയങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ തുണിയെടുക്കാൻ കയറി ചെല്ലുന്ന സമയത്ത് പെൺകുട്ടികൾ ഇങ്ങനെ കൈതൊഴുത് നമ്മളെ സ്വീകരിക്കും. പക്ഷേ അവർക്ക് അവിടെ ഇരിക്കാൻ പോലുമുള്ള സാഹചര്യമില്ല. ഇരുന്നാൽ പോലും മുതലാളി CCTV നോക്കി വഴക്ക് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പം കേരളത്തിലെ 1-2 വസ്ത്രാലയങ്ങളുടെ മുമ്പിലേക്ക് ചില പെൺകുട്ടികൾ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് റൈറ്റ് ടു സിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചയുണ്ടാക്കി. അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ല, ഒരു 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. റൈറ്റ് ടു സിറ്റ്. കേരളത്തിലെ ചില വിവാഹ വസ്ത്രാലയങ്ങളുടെ മുമ്പിൽ അവരുടെ കുട്ടികൾ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ഇരിക്കണം. അതുപോലെ നമുക്കറിയാം, പ്രസവാവധി, മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടാകുമ്പോൾ അപ്പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കില്ല. അപ്പോൾ അവിടെ ഒരു വിപ്ലവകരമായ അമെൻമെൻറ്റുകൾ ഉണ്ടാകുന്നു. കൂലിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരളത്തിൽ മൂന്നാർ മേഖലകൾ തോട്ടം മേഖലകളിലാണ്. അവിടെ കൂലിയില്ല. അവിടെ വളരെ നിശ്ചിതമായ കൂലിയാണ്. മുല്ലപ്പൂ വിപ്ലവ സമരം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ സമരത്തിലൂടെ സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് പറയാൻ കാര്യം,
ഇത്തരത്തിൽ ഇതാണ് സ്ത്രീപക്ഷ നിലപാടുകൾ, ഇതാണ് സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള വിപ്ലവങ്ങൾ, ഇതാണ് സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള വർത്തമാനങ്ങൾ. അതല്ലാതെ പുരുഷൻ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു, അല്ലെ പുരുഷന് കൊടുക്കുന്ന ഒരു സ്പേസ് അത് എനിക്ക് തന്നെ വേണം എന്ന് പറയുന്നതല്ല. മറിച്ച് അവരാകുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ തങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവിടെ പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കുമ്പോഴാണ് നീ സ്ത്രീയാണ് അതുകൊണ്ട് മാറി നിൽക്കുക, അത് നീ പുരുഷൻ കയറുക എന്ന് പറയുന്നതാണ് സ്ത്രീ സമത്വത്തിൻ്റെ പ്രശ്നം. അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ക്രിക്കറ്റിലേക്ക് തന്നെ വരുന്ന കാരണം സ്പോർട്സ് മേഖലകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവരുടെ അപര്യാപ്ത കുറവുകൾ, അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എന്താ പറയുക, പുരുഷനായതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യവും കൂടുതൽ മെച്ചപ്പെട്ട യാത്രാ സൗകര്യം കൊടുക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നിശബ്ദരായിരുന്നോളും അവർക്കിത് മതിയെന്ന് പറയുന്ന ആ രീതിയെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ആ രീതിയെ തച്ചുടയ്ക്കാൻ ഒരു കാരണം പുതിയ കാലത്തിലായി എന്നുള്ളതാണ് വിമൻസ് ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് ഫൈനൽ വിജയിച്ചതിലൂടെ മുമ്പോട്ട് വരുന്നത്. അത് വലിയൊരു ഐ ഓപ്പണറാണ്, ഒരു കൺ തുറക്കലാണ്. അതിന് കാരണക്കാരായ ജമീമ റോഡ്രിഗസും സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറും അതുപോലെ ചരണിയും അതുപോലെ റിച്ച ഘോഷും ഒക്കെ നമ്മുടെ ആരാധനാ കഥാപാത്രങ്ങളാണ്. നമ്മൾ കോഹ്ലിയെയും ധോണിയെയും ഒക്കെ ആരാധിക്കുന്ന പോലെ ഈ പേരുകളും നമ്മുടെ ഇടങ്ങളിൽ ഘോഷിക്കപ്പെടട്ടെ. നമ്മുടെ കുട്ടികളും ഇതുപോലെ ആഘോഷിക്കപ്പെടട്ടെ, അവരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ ചുമർ ചിത്രങ്ങളിൽ കോഹ്ലിയെയും സച്ചിനെയും ഒക്കെ പോസ്റ്റർ ഒട്ടിച്ച് വെക്കുന്ന പോലെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ, ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സജീവിന് കുഞ്ഞുണ്ടായിരിക്കും, എൻ്റെ സുഹൃത്തുക്കൾക്ക് മക്കളുണ്ടായിരിക്കും, നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ ആഘോഷിക്കപ്പെടട്ടെ എന്ന് മാത്രം പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.